أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് കഴിഞ്ഞ ആഴ്ച ജൽസ സാലാന UK കൊണ്ടാടാനുള്ള തൗഫീക്ക് തന്നരുളുകയുണ്ടായി. ആ 3 ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് ദർശിക്കാനായി. ഈ വർഷവും ആദ്യമൊക്കെ കരുതിയിരുന്നത് കോവിഡ് മഹാമാരിയുടെ അതിവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പോലെ ചെറിയ തോതിൽ മാത്രമേ ജലസ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു. എന്നാൽ അവസാന മാസങ്ങളിൽ എത്തിയപ്പോഴേക്കും UK മുഴുവൻ അഹമ്മദികൾക്കും ജലസയിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയുണ്ടായി. ആ തീരുമാനം കാരണം തുടക്കത്തിൽ സംഘാടക സമിതിക്ക് അല്പം പ്രയാസമുണ്ടായിരുന്നു. എന്നാലും അവർ തങ്ങളുടേതായ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ശേഷം ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ദൈവാനുഗ്രഹങ്ങൾ അനുസ്യൂതം വർഷിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ജൽസയ്ക്കായി എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വർഷം മുഴുവനും അങ്ങനെ കാത്തിരിക്കുന്നു. അതിനായി സംവിധാനം ചെയ്യുന്നവർക്ക്, സംഘാടകർക്ക് വലിയ തോതിൽ തയ്യാറെടുപ്പുകളും നടത്തേണ്ടതായി വരുന്നു. എന്നാൽ അനന്തരം ജൽസയ്ക്ക് ആരംഭം കുറിച്ചാൽ ആ 3 ദിവസങ്ങൾ കൺചിമ്മുന്ന സമയം കൊണ്ട് എങ്ങനെ അവസാനിച്ചു എന്ന് മനസ്സിലാകുകയില്ല. ഈ വർഷവും പലർക്കും പല കാര്യങ്ങളെക്കുറിച്ചും ആശങ്കകളുണ്ടായിരുന്നു. എനിക്കും ചിലർ കത്തെഴുതി തങ്ങളുടെ ആശങ്കകൾ അവർ പങ്കുവെക്കുകയുണ്ടായി. പലരും ദുആയിൽ മുഴുകിയിരുന്നു. ഞാനും നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്നു. ജമാഅത്ത് അംഗങ്ങൾ പൊതുവായും പ്രാർത്ഥനാ നിരതരായിരുന്നു. ഏതായാലും അള്ളാഹു അത്തരം ആശങ്കകളെയും ഭയാശങ്കകളെയും ഒക്കെ തന്നെ സമാധാനത്തിലേക്ക് പരിവർത്തിക്കുകയുണ്ടായി. കോവിഡ് വ്യാപനവും ആശങ്കക്ക് ഇട നൽകി. പങ്കെടുത്തവരിൽ ചിലർക്ക് അതിൻ്റെ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നത് നേര് തന്നെ. എന്നാലും പൊതുവിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമുക്ക് മേലുണ്ടായി. ഇനി ജൽസയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നതാണ്. ജൽസയ്ക്ക് ശേഷമുള്ള ഖുതുബയിൽ ഞാൻ പൊതുവെ പ്രവർത്തകരോട്, വർക്കേഴ്സിനോട് നന്ദി അറിയിക്കാറുള്ളതാണ്. അതിൽ പങ്കെടുത്ത അതിഥികളുടെ അഭിപ്രായങ്ങളും സമർപ്പിക്കാറുണ്ട്. പൊതുവിൽ ജൽസയുടെ കാര്യത്തിൽ ഉണ്ടായ ദൈവാനുഗ്രഹങ്ങളെയും അനുസ്മരിക്കാറുണ്ട്. ആദ്യമായി ഞാൻ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയാണ്. അവർ ജൽസയുടെ തയ്യാറെടുപ്പ് മുതൽ ജൽസയുടെ അവസാന ഘട്ടം വൈൻഡപ്പ് വരെ നിസ്വാർത്ഥമായ സേവനങ്ങൾ അനുഷ്ഠിച്ചു. ഇപ്പോഴും ചില വൈൻഡപ്പിൻ്റെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ജൽസ ദിനങ്ങളിൽ വിവിധ വകുപ്പുകളുടെ കീഴിൽ സ്ത്രീ പുരുഷന്മാർ പ്രവർത്തിക്കുകയുണ്ടായി. തങ്ങളാൽ ആവും വിധം അവർ നല്ല നിലയിൽ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ഈ ജൽസയിൽ പങ്കെടുത്തവർ എല്ലാവരും അവരോട്
നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഇസ്ലാമികമായ ധാർമ്മികത എന്ന് പറയുന്നത്. ഏതെങ്കിലും വിധേന ഒരാൾ നമുക്ക് പ്രയോജനം നൽകിയാൽ, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അയാൾക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. അതുപോലെ മനുഷ്യരോട് കൃതജ്ഞത കാണിച്ചാൽ മാത്രമേ ദൈവത്തോട് യഥാർത്ഥ നിലയിൽ നന്ദി കാണിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പെൺകുട്ടികളും സേവനങ്ങൾ യഥാർഹം കാഴ്ചവെക്കാനായി പരിപൂർണമായി പരിശ്രമിച്ചു. ചില കുറവുകളും അപാകതകളും മുന്നിൽ വരികയുണ്ടായി. എന്നാൽ ഇത്ര വലിയ സംവിധാനത്തിൽ ദൗർബല്യങ്ങൾ ഉണ്ടാകുക സാധാരണമാണ്. എന്നാൽ ആ കുറവുകളും വീഴ്ചകളും നികത്തുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നത് സംഘാടകരുടെ ബാധ്യതയുമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സ്ത്രീകളുടെ ഭാഗത്തുണ്ടായ ഭക്ഷണ വിതരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും പരാതികൾ ലഭിക്കുകയുണ്ടായി. അതേക്കുറിച്ച് ആളുകൾ എഴുതിയ കത്തുകൾ ഉടനടി സംഘാടക സമിതിക്ക് ബന്ധപ്പെട്ടവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുമുണ്ട്. അത് വേണ്ട വിധം പരിശോധിച്ച് അവർ തങ്ങളുടെ റെഡ് ബുക്കിൽ അത് രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ അടുത്ത വർഷം കൂടുതൽ മെച്ചപ്പെട്ട സംഘാടനം കാഴ്ചവെക്കാൻ എല്ലാ വകുപ്പുകളും ശ്രമിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പൊതുവെ എല്ലാ പ്രവർത്തകരും വളരെയധികം കഠിനാധ്വാനം ചെയ്തു, നല്ല നിലയിൽ പ്രവർത്തിച്ചു. കുട്ടികളും തങ്ങളുടെ ഡ്യൂട്ടികൾ യഥാവിധി നിർവഹിച്ചു. ഏതായാലും ഞാൻ അവർക്കെല്ലാവർക്കും ഇവിടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ MTA-യും വളരെ നല്ല കവറേജ് നൽകിയിട്ടുണ്ടായി. ഇത്തവണ ഇവർ സ്വയം തന്നെയാണ് സ്റ്റുഡിയോയുടെ സജ്ജീകരണങ്ങൾ മുഴുവനായും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയിരക്കണക്കിന് പൗണ്ടുകൾ നമുക്ക് ലാഭിക്കാനായി. ഈ വർഷം ഒരുപാട് വികസിത രാഷ്ട്രങ്ങളെയും അതുപോലെ അവികസിത രാഷ്ട്രങ്ങളെയും ജൽസ പരിപാടികൾ മുഖേന ഒരുമിച്ച് കൂട്ടാൻ, ഒരുമിച്ച് അവരുടെ വീഡിയോകൾ പ്രദർശിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഇവിടെ സന്നിഹിതരായവർക്കും മറ്റു രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ സഹോദരന്മാരെ കാണാനുള്ള സന്ദർഭം ലഭിച്ചു. MTA-യുടെ ക്യാമറ കണ്ണിലൂടെ നമുക്ക് ഒരു ഒത്തൊരുമയുടെ കാഴ്ച കാണാൻ സാധിച്ചു. അത് അള്ളാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹമാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ ഐക്യത്തെ MTA മുഖേന മുഴുലോകത്തും കാണിച്ചുകൊണ്ട് ശത്രുക്കളുടെ വായടപ്പിച്ചു. അതുകൊണ്ട് തന്നെ MTA പ്രവർത്തകർ ഇക്കാര്യത്തിൽ പ്രത്യേകം നന്ദി അർഹിക്കുന്നു. ഇനി ഞാൻ ചില അനഹമ്മദികളെ കുറിച്ചും അതുപോലെ ജമാഅത്ത് അംഗങ്ങളെയും കുറിച്ചും അവരുടെ ഫീഡ്ബാക്ക് ഇവിടെ കേൾപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അനുസ്മരിക്കുന്നതാണ്. ജൽസ മുഖേന അള്ളാഹു എപ്രകാരമാണ് ലോകത്ത് ഇസ്ലാമിക സന്ദേശം പ്രചരിപ്പിക്കുന്നതെന്നും വിവരിക്കുന്നതാണ്. നൈജറിലെ നമ്മുടെ ഒരു സഹോദരനുണ്ട്, അബൂബക്കർ സീനി സാഹിബ്. അദ്ദേഹം അനഹമ്മദിയാണ്, അതോടൊപ്പം മുസ്ലിം പണ്ഡിതനുമാണ്. നിയാമെ പട്ടണത്തിലെ ഒരു പള്ളി ഇമാമുമാണ് ഇദ്ദേഹം. പറയുന്നു, കാലത്തിൻ്റെ ഖലീഫയോട് ജനങ്ങൾക്കുള്ള സ്നേഹബന്ധമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സംഗതി. കാലത്തിൻ്റെ ഖലീഫയുടെ ഒരു ആംഗ്യത്തിൽ, ഒരു കൽപ്പനയിൽ തന്നെ ആളുകൾ പരിപൂർണമായും അനുസരണം പ്രകടിപ്പിക്കുന്നു. പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ തികഞ്ഞ അച്ചടക്കവും നിശബ്ദതയും തളം കെട്ടി നിന്നിരുന്നു. തുടർന്ന് പറയുന്നു, ആ സ്നേഹം അള്ളാഹു ജനമനസ്സുകളിൽ സ്വയം നിക്ഷിപ്തമാക്കിയതുപോലെ അനുഭവപ്പെട്ടു. കാരണം അതിൽ ഒരു കൃത്രിമത്വത്തിൻ്റെയും അംശമുണ്ടായിരുന്നില്ല. ഇനി ബുർക്കിന ഫാസോയിലുള്ള മറ്റൊരു അനഹമ്മദി സുഹൃത്ത് ആയ ഇസ്ഹാഖ് സാഹിബ് ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ വാർഷിക സമ്മേളനം വളരെ ഗംഭീരമായിരുന്നു. അതിന് സമാനതകൾ ഇല്ല. ഇത്രയും ആളുകൾ ഒരിടത്ത് ഒത്തുചേരുന്നത് തന്നെ ഒരു അത്ഭുതത്തിൽ കുറവല്ല. ഒരൊറ്റ ഇമാമിനെ പിന്തുടരുന്ന കാര്യത്തിൽ ഈ ജൽസ അനുപമമായി നിലകൊള്ളുന്നു. പറയുന്നു, ആരും അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് യഥാർത്ഥ ഇസ്ലാം അഹമ്മദിയത്ത് തന്നെയാണ്. ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ഇതിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല. മുസ്ലിങ്ങളായ പുറത്തുള്ളവരുടെ അഭിപ്രായങ്ങളാണ് ഇത്. അള്ളാഹു അവരെ ജമാത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഫ്രഞ്ച് ഗ്യാനയിലെ ഒരു സിറിയക്കാരനായ അനഹമ്മദി സഹോദരനുണ്ട്. അദ്ദേഹം ആദ്യമായാണ് ജൽസ കാണുന്നത്. അവിടെ അറബി ഭാഷ സംസാരിക്കുന്നവർക്ക് ജൽസ കാണാനായി MTA അൽ അറബിയയുടെ സംവിധാനവും ഒരുക്കിയിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാനിത് ആദ്യമായാണ് ജമാഅത്തിൻ്റെ സന്ദേശം കേൾക്കുന്നത്.
അതുപോലെ നിങ്ങളുടെ ഖലീഫയുടെ പ്രഭാഷണം കേൾക്കുന്നതും ആദ്യമായിട്ട് തന്നെ. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ഇപ്രകാരം ലോകത്ത് പ്രചരിപ്പിക്കുന്ന ഒരു ജനവിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളതും ഒരു ഖലീഫയ്ക്കുമേൽ ബയ്യത്ത് ചെയ്ത് ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു ജമാഅത്ത് ഉള്ളതും എന്നിൽ അതിയായ സ്വാധീനമുളവാക്കി. ഇൻഷാല്ലാ ഇനി ഞാൻ തീർച്ചയായും നിങ്ങളുടെ ജമാഅത്തിനെ കുറിച്ച് പഠിക്കുകയും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ്. ഫ്രഞ്ച് ഗ്യാനയിൽ തന്നെയുള്ള ഒരു അനഹമ്മദി മുസ്ലിം അവിടെ പരിപാടി കാണാൻ വന്നിരുന്നു. പറയുന്നു, ജൽസ സാലാന UK പരിപാടി ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഞാൻ അതിൽ വളരെയധികം പ്രഭാവിതനായിരിക്കുന്നു. നിങ്ങളുടെ ജമാഅത്ത് ആഗോള ജമാഅത്താണ്. പറയുന്നു, ഞാൻ ശരിക്കും ഗിനി കൊനാക്രി സ്വദേശിയാണ്. ജൽസ പരിപാടിയിൽ ഒരുപാട് രാജ്യങ്ങൾ ലൈവ് സ്ട്രീം മുഖേന ഈ ജൽസയിൽ പങ്കെടുക്കുന്നതായി ഞാൻ കണ്ടു. എന്നാൽ ഗിനി കൊനാക്രി കണ്ടിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഗിനി കൊനാക്രിയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. അവിടെയും നിങ്ങളുടെ ജമാഅത്ത് ഉള്ളതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ടായി. നിങ്ങളുടെ ഖലീഫ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഒരു മുസ്ലിം ആണെന്നതിൽ എനിക്ക് അഭിമാനം തോന്നിയ മുഹൂർത്തമായിരുന്നു അത്. ബോബ് എം ഡോലോ സാഹിബ് എന്ന ഒരു അമുസ്ലിം സുഹൃത്തുണ്ട്. ലൈബേരിയ സ്വദേശിയാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി ഓഫീസിൽ മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു. നല്ല വിദ്യാസമ്പന്നനാണ്. പറയുന്നു, അഹമ്മദിയ ഖലീഫയുടെ പ്രഭാഷണം എന്നിൽ വലിയ പ്രഭാവം ചെലുത്തി. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളുമില്ല എന്നായിരുന്നു ഞാൻ മുമ്പ് കരുതിയിരുന്നത്. എന്നാൽ മറ്റൊരു മതത്തിലും കാണാത്ത വിധം ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ വളരെ വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ടെന്ന് ഇന്ന് ഈ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അഹമ്മദിയ ജമാഅത്ത് വളരെയധികം വ്യവസ്ഥാപിതമായ പ്രസ്ഥാനമാണെന്ന് ഞാൻ മുമ്പ് കേട്ടിരുന്നു. എന്നാൽ അഹമ്മദിയ ജമാഅത്ത് എപ്രകാരമാണ് ഒരു നേതാവിൻ്റെ കരങ്ങളിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ലോകത്ത് സമാധാനം സ്ഥാപിക്കാനായി കർമ്മനിരതരായി തുടരുകയും ചെയ്യുന്നത് എന്ന് എൻ്റെ സ്വനേത്രങ്ങളാൽ എനിക്ക് കാണാനായി. സാംബിയയിലെ കാട്ടേബോലെ സാഹിബ് പറയുന്നു, അദ്ദേഹം പാസ്റ്ററായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ജൽസയുടെ സമാപന ദിവസത്തിലുള്ള നിങ്ങളുടെ ഖലീഫയുടെ സമാപന പ്രഭാഷണം കേട്ട് ഞാൻ വളരെയധികം പ്രഭാവിതനായി തീർന്നു. പറയുന്നു, നിങ്ങളുടെ ഖലീഫയുടെ പ്രഭാഷണം വളരെ അത്ഭുതമായിരുന്നു. ഇസ്ലാം എത്ര സുന്ദരമായാണ് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും ധാരണയുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയിരുന്നത് ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിച്ചിരിക്കുകയാണെന്നും സ്ത്രീകൾക്ക് ഇസ്ലാം യാതൊരുവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുമാണ്. ഇസ്ലാം സ്ത്രീയെ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണെന്ന് ഞാൻ ധരിച്ച വശമായിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ പ്രഭാഷണം കേട്ടപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ വമ്പിച്ച മാറ്റം വന്നു. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയത്ര അവകാശങ്ങൾ ക്രിസ്തു മതം തന്നെ നൽകിയിട്ടില്ലെന്ന് ഞാൻ നിസ്സങ്കോചം പറയുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകൾക്ക് മേൽ അന്യായവും അതിക്രമവുമാണ് നടത്തുന്നത്. സ്ത്രീകളെ ഞങ്ങളുടെ അടിമകളായാണ് ഞങ്ങൾ കാണുന്നത്. പുരുഷന്മാർ ബലം പ്രയോഗിച്ച് കയ്യൂക്കിനാൽ ഏതെങ്കിലും തരത്തിൽ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങളുടെ ഖലീഫ പറഞ്ഞത് അവരുടെ കാര്യത്തിൽ വളരെ ശരിയാണ്. ഇസ്ലാം ഭീകരവാദങ്ങളുടെ വക്താവല്ല എന്നും ഇസ്ലാമിക അധ്യാപനങ്ങൾ അതിസുന്ദരമാണെന്നും ഇന്ന് എനിക്ക് ബോധ്യമായി. ജമാഅത്തിന്റെ അനുഭാവിയായ ഒരു സുഹൃത്ത് ഐവറി കോസ്റ്റുകാരനാണ്. ജമാഅത്തിനെ കുറിച്ച് വിവിധ മാർഗങ്ങളിലൂടെ എനിക്ക് അറിയാൻ ഇടവന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, എന്നാൽ UK ജൽസ ജമാഅത്തിന്റെ വളരെ വ്യതിരിക്തമായ ഒരു പരിചയം എൻ്റെ മുമ്പിൽ വയ്ക്കുകയുണ്ടായി. അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ജൽസ ഇങ്ങനെ TV മുഖേന നേരിട്ട് കാണുന്നത്. ജൽസയുടെ സംഘാടന പ്രവർത്തനങ്ങൾ കണ്ട് വളരെയധികം സ്വാധീനം കൊണ്ടു. പറയുന്നു, ഒരു ജമാഅത്ത് ഇത്ര വലിയ തോതിൽ ഒരു സുസംഘടിതവും അച്ചടക്കപൂർണവുമായ നിലയിൽ ഒരു പരിപാടിയിൽ സമ്മേളിച്ചത് വിളിച്ചോതുന്നത് തന്നെ അവർക്ക് ഖിലാഫത്തിന്റെ നല്ല തർബിയത്ത് ശിക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളിൽ ജനങ്ങൾ എങ്ങനെയായിരുന്നു ബയ്യത്ത് ചെയ്തിരുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ന് ഖലീഫയുടെ കൈകളിൽ ആളുകൾ ബയ്യത്ത് ചെയ്തത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ആഴത്തിലുള്ള പ്രഭാവവും എൻ്റെ മാനസികാവസ്ഥയും വിവരണാതീതമാണ്. ഇനി ഞാൻ നിങ്ങളുടെ ഖലീഫയുടെ ഖുതുബ സ്ഥിരമായി കേൾക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കാങ്കോങ് കിൻസാഷ എന്ന സ്ഥലത്ത് ജൽസയിൽ പങ്കെടുക്കാൻ ഇമിഗ്രേഷൻ വിഭാഗത്തിലെ പ്രതിനിധികൾ വന്നിരുന്നു.
ജമാഅത്ത് അംഗങ്ങളോടൊപ്പം അവരും ജൽസയിൽ പങ്കെടുക്കുകയും എൻ്റെ പ്രഭാഷണം കേൾക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് അഹമ്മദി ആയില്ല എന്ന് ഇരുത്തി ചിന്തിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു ഞങ്ങൾ കേട്ടത്. ഇനിയും ഞങ്ങൾ മിഷൻ ഹൗസിൽ വന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും ആയിരിക്കുമെന്ന് വാക്കു നൽകിയാണ് അവർ അവിടെ നിന്നും വിട പറഞ്ഞത്. ഇവിടെ MTA മുഖേന അള്ളാഹു ജനങ്ങൾക്ക് തർബിയത്ത് നൽകുകയാണ്. മറാവോ ജമാഅത്തിന്റെ മിഷൻ ഹൗസിലും ജൽസ സാലാന UK കാണാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. മറാവോയിലെ ഒരു ജമാഅത്ത് ക്യാമറോണിലുമുണ്ട്. അവിടെ ജൽസ കാണാൻ ജനങ്ങൾ സമ്മേളിച്ചപ്പോൾ അതിനടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ഉമൽ എന്ന പേരുള്ള സ്ത്രീ അവിടെ വന്നു. 3 ദിവസം പ്രോഗ്രാമുകൾ കാണുകയുണ്ടായി. ജൽസ സാലാൻ അവസാനിച്ചപ്പോൾ അവിടെ കൂടിയവരോടെ അവർ ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ പക്കൽ MTA ഉള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ്. ഒരാൾക്ക് ദിവസവും വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു സർവകലാശാലയാണ് MTA. അല്ലാതെ അത് വെറും ഒരു TV ചാനലായി കണക്കാക്കരുത്. ഈ 3 ദിവസവും നമുക്ക് ഒരുപാട് അറിവ് സമ്പാദിക്കാനായി. നമ്മുടെ കേബിളിൽ MTA ഉണ്ട്. അവിടെ കേബിൾ വഴിയും MTA ലഭ്യമാണെന്നാണ് പറയുന്നത്. അതിൽ നിന്നും എല്ലാവരും ഫലമെടുക്കേണ്ടതുണ്ട്. എല്ലാവരും വീടുകളിൽ സ്ഥിരമായി MTA കാണുകയും കുട്ടികളെയും അത് കാണിക്കുകയും അങ്ങനെ ഇസ്ലാമിക വിജ്ഞാനം വർദ്ധിപ്പിക്കുകയും അതുപോലെ സവിശേഷമായ നിലയിൽ കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബകളും പ്രഭാഷണങ്ങളും നിശ്ചയമായും കേൾക്കുകയും അങ്ങനെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്ന് അവർ ഉപദേശിക്കുകയുണ്ടായി. കാങ്കോ കിൻസാഷായിൽ നിന്നുള്ള മറ്റൊരു ഫീഡ്ബാക്ക്, ഇലിബു ജമാഅത്തിൽ ജൽസയുടെ പരിപാടികൾ കാണാനായി ഹംബലി മുസ്ലിം വിഭാഗക്കാരുടെ ഇമാമിനെ ക്ഷണിച്ചിരുന്നു. ജൽസയുടെ പരിസമാപ്തിയിൽ അദ്ദേഹം പറഞ്ഞു, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ജമാഅത്തിന് തുല്യമായി മറ്റൊരു വിഭാഗമില്ല എന്ന് ഞാൻ കരുതുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ജമാഅത്തിൽ പ്രവേശിക്കണം എന്ന ഒറ്റൊരു ചിന്തയാണ് എനിക്കുള്ളത്. അള്ളാഹു എനിക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വിൽമ എന്നു പേരുള്ള ഒരു ജമാഅത്തിന്റെ അനുഭാവിയായി മുസ്ലിം യുവതിയുണ്ട്. അൽബാനിയ സ്വദേശിയാണ്. അവർ പറഞ്ഞു, UK ജൽസ സാലാന ഒരു മഹത്വപൂർണമായ സമ്മേളനമാണ്. അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം അനിതര സാധാരണമാണ്. ഇതുവരെ ഞാൻ ജമാഅത്തിൽ ചേർന്നിട്ടില്ലെങ്കിലും ഈ ജൽസ എനിക്ക് ഒരു ഉൾപ്രേരണ നൽകിയിരിക്കുന്നു. ഇനി ഞാൻ ജമാഅത്തിന്റെ പ്രാധാന്യത്തെയും സത്യത്തെയും കുറിച്ച് കൂലങ്കുഷമായി ചിന്തിക്കുന്നതാണ്. കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണം ശ്രവിച്ചപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നതായി എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിഷയാവതരണ രീതി എൻ്റെ ഈമാനിൽ വളരെയധികം വർധനമുണ്ടാക്കി. ഇനിയും ഇത്തരം ജലസകളിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫ്രഞ്ച് ഗ്യാനയിലെ ജമാഅത്തിൽ ഒരു അഫ്ഗാനി വനിത സമാപന പ്രഭാഷണം കേൾക്കാനായി തൻ്റെ മക്കളോടൊപ്പം വന്നിരുന്നു. പറയുന്നു, നിങ്ങളുടെ ജമാഅത്തിനെ കുറിച്ച് എനിക്ക് ആദ്യമേ കുറച്ചൊക്കെ അറിയാമായിരുന്നു. എന്നാൽ UK ജൽസയിലെ നിങ്ങളുടെ ഖലീഫയുടെ പ്രഭാഷണം ഒരു വിചിത്രമായ അനുഭൂതിയാണ് എനിക്ക് പ്രദാനം ചെയ്തത്. ഇസ്ലാമിലുള്ള സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെ മതം ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നെന്ന് ഞാൻ മനസ്സിലാക്കുകയും വളരെ മനസ്സമാധാനം എനിക്ക് അത് മുഖേന ലഭിക്കുകയും ചെയ്തു. പറയുന്നു, ചിലപ്പോൾ അക്കാര്യം അത്രയധികം അനുഭവവേദ്യമാകാനുള്ള മറ്റു കാരണം എൻ്റെ നാടായ അഫ്ഗാനിസ്ഥാനിൽ താലിബാനികൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും ഇല്ലാത്തതിനാലാകാം. എന്നാൽ നോക്കുക, യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പൂർണ്ണമായും ജാമ്യം നിൽക്കുന്ന മതമാണ്. ലൈബീരിയയിലെ ജമാഅത്തിൽ അമ്മൂസ് ഖൊൻസെ സാഹിബ് എന്നു പേരുള്ള ഒരു മുസ്ലിം അതിഥി വന്നിരുന്നു. അദ്ദേഹം പോലീസ് CID കമാൻഡറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അഭ്യസ്ത വിദ്യനാണ്. ജൽസയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവിടെ എത്തിച്ചേർന്നതായിരുന്നു. പറയുന്നു, 2ാമത്തെ ദിവസം എൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹം വളരെയധികം പ്രഭാവിതനായി. 2ാം ദിവസമായിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ 3ാമത്തെ ദിവസവും അദ്ദേഹം സ്വയം തന്നെ വരികയുണ്ടായി. എൻ്റെ പ്രഭാഷണം ശ്രവിച്ച ശേഷം ഇപ്രകാരം പറയുകയുണ്ടായി, ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായം വെച്ച് പുലർത്തിയ വ്യക്തിയായിരുന്നു ഞാൻ. ചില മുസ്ലിങ്ങളുടെ പെരുമാറ്റം തന്നെയായിരുന്നു അതിനുള്ള മൂല കാരണവും. എന്നാൽ ജൽസയുടെ പരിപാടികൾ കണ്ടപ്പോൾ ഇസ്ലാം ഒരു സമാധാനപൂർണമായ മതമാണെന്നും അഹമ്മദിയ ജമാഅത്ത് എല്ലാ നിലയ്ക്കും മനുഷ്യ സേവനത്തിൽ മുഴുകിയിരിക്കുന്നതാണ് എന്ന കാര്യവും എനിക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഇസ്ലാമിനെ കുറിച്ചുള്ള എൻ്റെ ധാരണകൾ മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഇപ്രകാരവും കൂട്ടിച്ചേർത്തു,
ഈ പ്രദേശത്തിൽ ഇതിനു മുമ്പ് തന്നെ അഹമ്മദിയ ജമാഅത്ത് വന്നിരുന്നെങ്കിൽ ഇപ്പോഴേക്കും ഒരുപാട് പേർ ഈ ജമാഅത്ത് മുഖേന ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു ഇരിക്കുമായിരുന്നു. ഫ്രഞ്ച് ഗ്യാനിയയിൽ ഒരു പ്രാദേശിക ജമാഅത്ത് ജൽസ സാലാന കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. വളരെ ചെറിയ ജമാഅത്താണത്. വളരെ കുറച്ചു പേരും ആണ് അവിടെ സമ്മേളിച്ചത്. ഹേട്ടി രാജ്യക്കാരായ 2 ക്രിസ്ത്യാനികൾ അവിടെ സമാപന ഭാഷണം കേൾക്കാനായി സന്ധിച്ചു. അവർ അനുഭാവികളായിരുന്നു. പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ 2 സുഹൃത്തുക്കളും കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതേ വിഷയത്തിൽ, അതായത് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് ആണ് നിങ്ങളുടെ ഖലീഫ പ്രഭാഷണം ചെയ്തത്. അക്കാര്യം ഞങ്ങളെ അതിശയപ്പെടുത്തി. കാരണം ഈ വിഷയത്തിൽ ഇസ്ലാമിക അധ്യാപനം എന്താണെന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഇത്രയും സമഗ്രവും സമ്പൂർണവുമായുള്ള അധ്യാപനങ്ങളാണ് ഇസ്ലാം സമർപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഇന്നൊരു പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ഖലീഫയുടെ പ്രഭാഷണം കേട്ടില്ലായിരുന്നെങ്കിൽ ഈ സുന്ദരവും സർവ്വതല സ്പർശിയുമായ അധ്യാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും അറിയാൻ സാധിക്കുമായിരുന്നില്ല. ഈ കാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ സ്ത്രീ പുരുഷന്മാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യഥാർത്ഥ നിലയിൽ ഇസ്ലാം മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവർ ലൈഫ് ഓഫ് മുഹമ്മദ് വായിക്കുന്നുണ്ട്. കൂടുതൽ പുസ്തകങ്ങളും അവർ ആവശ്യപ്പെടുകയുണ്ടായി. മോറിഷ്യസിൽ നിന്നുമുള്ള റിപ്പോർട്ട് കേൾപ്പിക്കാം. അവിടെ ജൽസ പരിപാടി കാണിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു. മറ്റുള്ളവരോടൊപ്പം മെമ്പർ ഓഫ് പാർലമെന്റ് ആയ താനിയ ദേവ്ലെ സാഹിബയും അവിടെ സന്നിഹിതയായിരുന്നു. പാർലമെന്ററി പ്രൈവറ്റ് സെക്രട്ടറിയും കൂടിയായിരുന്നു അവർ. അവർ പറയുന്നു, അത്യുഗ്രൻ ദൃശ്യങ്ങളായിരുന്നു കാണാൻ സാധിച്ചത്. അഹമ്മദിയ ജമാഅത്തിന്റെ പരിപാടികളിലൂടെ അഹമ്മദിയ ജമാഅത്തിന്റെ സംസ്കാരവും അടുത്തറിയുന്നത് ഒരു നല്ല അനുഭവമായിരുന്നു. ലണ്ടൻ പോലുള്ള ഒരു മഹാനഗരത്തിൽ ഇത്രയും വലിയ മതസമ്മേളനം നിങ്ങൾ നടത്തുന്നത് വളരെ സ്വാധീനമുളവാക്കുന്ന കാര്യമാണ്. പറയുന്നു, ഇപ്പോൾ നിലവിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യത്തിൽ മതം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നത് ശരിയാണ് തന്നെ. ഇത്രയും അധികം പേർ തങ്ങളുടെ ആത്മപരിശോധനയ്ക്കായി ആത്മീയ ലക്ഷ്യങ്ങളോടെ ഒത്തൊരുമിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നാം എല്ലാവരും ഒരു വലിയ വിപത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. ഞാൻ കരുതുന്നത് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിനെ നേർവഴിയിൽ ചലിപ്പിക്കുന്നതിനും ഉന്നത ധാർമ്മിക ഗുണങ്ങളെ നിലനിർത്തുന്നതിനും വളരെ സഹായകരമാണ്. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കിത്. ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായി. എന്നാൽ അതോടൊപ്പം തന്നെ എന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. നവ അഹമ്മദികളും അവരുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട്. ബുർക്കിന ഫാസോയിലെ ഹവ സാഹിബ എന്ന ഒരു നവാഗത അഹമ്മദി വനിത പറയുന്നു, കാലത്തിന്റെ ഖലീഫയുടെ വളരെ സുവ്യക്തവും സ്പഷ്ടവുമായ വാക്കുകൾ നമ്മോട് വിളിച്ചോതുന്നത് നമ്മൾ അഹമ്മദിയത്തിന് യഥാർത്ഥ ഇസ്ലാമായി കണ്ട് ബയ്യത്ത് ചെയ്തത് മറ്റുള്ളവരെ കൂടി അഹമ്മദി ആക്കി തീർക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ നമ്മൾ സ്വയം തന്നെ മാതൃക അഹമ്മദികളായി ജീവിക്കുകയും നമ്മുടെ വാക്കും പ്രവൃത്തിയും സമാനമാകുകയും ഈമാനെ സുദൃഢമാക്കുകയും അങ്ങനെ വിശ്വാസത്തിൽ മുന്നേറുകയും ചെയ്യാൻ കൂടിയാണ്. ആളുകൾ പറയാറുള്ളത് ആഫ്രിക്കക്കാർ നിരക്ഷരാണ്. എന്നാൽ ഈ വനിതയുടെ വാക്കുകൾ നോക്കുക. നമ്മുടെ വാക്കും പ്രവൃത്തിയും സമാനമാക്കിക്കൊണ്ടായിരിക്കണം നാം ഒരു മാറ്റം സംജാതമാക്കേണ്ടത് എന്ന് ഇവർ പറയുന്നു. വിദ്യാസമ്പന്നരായ എല്ലാ അഹമ്മദികളും തങ്ങൾ അഭ്യസ്തവിദ്യരാണെന്ന് ധരിക്കുന്ന എല്ലാ അഹമ്മദികൾക്കും, അതുപോലെ യൂറോപ്പിലുള്ളവർക്കും വികസിത രാഷ്ട്രങ്ങളിൽ താമസിക്കുന്നവർക്കുമെല്ലാം തന്നെ ഇത് ഒരു പാഠമാണ്. ഈ കാര്യത്തിൽ ഇവർ ഗൗരവമായി കണക്കാക്കണം. ഇതേക്കുറിച്ച് വിചിന്തനം നടത്തണം. എല്ലായിടത്തും നമ്മൾ വാക്കും പ്രവൃത്തിയും ഒന്നാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇന്തോനേഷ്യയിലെ ഒരു നവ അഹമ്മദി വനിത പറയുന്നു, UK ജൽസ സാലാന ഒരു മഹത്തായ സംഭവമാണ്. പറയുന്നു, ഞാനൊരു നവാഗത അഹമ്മദിയാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ദൈവിക ജമാഅത്തിൽ ആത്മീയ പുരോഗതി നേടാനുള്ള മുഹൂർത്തമാണ്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഈ അനുഗ്രഹീത ജൽസയിൽ പങ്കെടുക്കാനായി വരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ജൽസ TV-യിലാണ് കണ്ടതെങ്കിലും എൻ്റെ ഹൃദയവും മസ്തിഷ്കവും UK ജൽസയിൽ തന്നെ സ്ഥിതി ചെയ്യുകയായിരുന്നു. ഈ ജൽസ മുഖേന എനിക്ക് ഈ ദൈവിക ജമാഅത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുകയുണ്ടായി. ഭാവിയിൽ ഞാൻ അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമാണ്. കോങ്കോ ബ്രാസ്വീലിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ട് ഇപ്രകാരമാണ്. എൻ്റെ സ്ത്രീകളോടുള്ള പ്രഭാഷണം കേട്ട ശേഷം അവിടെയുള്ള ലോക്കൽ ലജ്ന ഇപ്രകാരം പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി: ഇസ്ലാം അഹമ്മദിയത്തിൻ്റെ പ്രചാരണത്തിനായി ഞങ്ങൾ സ്വയം സന്നദ്ധരാകുകയും ഞങ്ങളുടെ സന്താനങ്ങളെ എല്ലാവിധ ത്യാഗങ്ങൾക്ക് വേണ്ടി സന്നദ്ധരാക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊരു നവാഗത പറയുന്നു,
ആത്മീയ അന്തരീക്ഷത്തിലാണ് ഈ 3 നാളുകൾ ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. എല്ലാ ദിവസവും ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകണമെന്നും ആത്മീയ അന്തരീക്ഷത്തിൽ നിന്നും എപ്പോഴും ഫലമെടുക്കാൻ ഞങ്ങൾക്കാകണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്തോനേഷ്യയിലെ നവാഹ്മദിയായ ഏരി ഹെമവാൻ സാഹിബ് പറയുന്നു, ഞാനൊരു നവാഗതനാണ്. UK ജൽസ സാലാന ലൈവ് സ്ട്രീം മുഖേന കണ്ടപ്പോൾ എനിക്ക് ഒരു വാക്ക് മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ: അത്ഭുതാവഹം. എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ലോകമെമ്പാടും അംഗങ്ങളുള്ള ലോകത്തെ ഏക ഇസ്ലാമിക പ്രസ്ഥാനം അഹമ്മദിയത്താണ്. അവർക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു TV സ്റ്റേഷനുണ്ട്. യഹോവ വിറ്റ്നസ്, മോർമൻ, അഡ്വന്റ്, SDA എന്നിവ പോലുള്ള സംഘടനകൾ ഇസ്ലാമിലും ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു. ഇവ ക്രിസ്തീയ സംഘടനകളാണ്. ഇവയുടെ അംഗങ്ങൾ ലക്ഷക്കണക്കിന് പേർ 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് അതിനുള്ള മറുപടി ലഭിച്ചു. അങ്ങനെയുള്ള ഏക ഇസ്ലാമിക പ്രസ്ഥാനം അഹമ്മദിയ ജമാഅത്താണ്. ഇത് വിശ്വവ്യാപകമാണ്. ഞാൻ ഇതിലെ അംഗം ആണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു. എൻ്റെ സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും ഇണങ്ങിയ ഇസ്ലാമിക പ്രസ്ഥാനം ഇതാണ്. അഹമ്മദി ആയിക്കൊണ്ട് ഇനി എനിക്ക് ഫലപ്രദമായ വ്യക്തിയാകാൻ സാധിക്കും. ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധി സിദ്ധിക്കുകയും ചെയ്യുന്നതാണ്. കസാഖിസ്ഥാനിലുള്ള ബാഗ് ബയോസ് ദോരൻ സാഹിബ് പറയുന്നു, ജൽസ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക പ്രഭാവം ചെലുത്തുകയുണ്ടായി. ഞാൻ ജൽസ സാലാനയുടെ പരിപാടി എൻ്റെ ഭാര്യയോടൊപ്പം ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് കണ്ടത്. കാലത്തിൻ്റെ ഖലീഫയുടെ പ്രഭാഷണം എൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമായ പ്രേരണ നൽകി. അത് വാക്കുകളാൽ വിവരിക്കാൻ സാധ്യമല്ല. അതുപോലെ മറ്റു പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളും വളരെ മികച്ചതായിരുന്നു. MT മുഖേന ലോകമാകമാനമുള്ള അഹമ്മദികൾക്ക് ജൽസയുടെ പരിപാടികൾ കാണാനുള്ള തൗഫീഖ് ലഭിച്ചു. അള്ളാഹു എല്ലാ പ്രവർത്തകർക്കും സംഘാടന സമിതിക്കും സൽ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ അദ്ദേഹം തനിക്ക് വേണ്ടിയും ദുആക്ക് അഭ്യർത്ഥിച്ചു. അള്ളാഹു ഈ ആത്മീയാനുഭൂതിയും മാനസികാവസ്ഥയും അടുത്ത വർഷത്തെ ജൽസ വരെ എങ്കിലും നിലനിർത്തുമാറാകട്ടെ, മറിച്ച് എല്ലായ്പ്പോഴും അത് നിലനിർത്തുമാറാകട്ടെ. ZMBയിൽ ഒരു നവാഗത അഹമ്മദി എൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ വളരെയധികം വികാരധീനനായി കരയുകയുണ്ടായി. കൂടിയിരുന്ന സുഹൃത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ മറുപടി പറയാൻ സാധിച്ചില്ല. അവിടെ നിന്നും അദ്ദേഹം കുറച്ച് സമയത്തേക്ക് പുറത്തുപോയി വന്നു. കണ്ണുനീർ തുടച്ച് തിരിച്ചു വന്നു. വീണ്ടും ചോദിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ജീവിതത്തിൽ ആദ്യമായാണ് കാലത്തിൻ്റെ ഖലീഫയെ ഞാൻ കാണുന്നതും ആ ശബ്ദം ശ്രവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണുകൾ അശ്രുപൊഴിച്ചത്. പറയുന്നു, എനിക്കിപ്പോൾ 80 വയസ്സായി. ഞാൻ എൻ്റെ മുഴുവൻ ജീവിതവും ചെന്നായ്ക്കളോടൊപ്പമാണ് കഴിച്ചു കൂട്ടിയത്. അതായത് അക്രമകാരികളോടൊപ്പമാണ് ജീവിച്ചത്. അത് അഹമ്മദിയത്തിലേക്ക് വന്നപ്പോഴാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം സ്നേഹം പ്രചരിപ്പിക്കുകയാണ്, അല്ലാതെ വിദ്വേഷം പടർത്തുകയല്ല എന്ന് മനസ്സിലായത്. പിന്നെ ഒരു ദിവസം സുബഹി നമസ്കാര ശേഷമുള്ള ദർസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, പള്ളികളെ ജനനിബിഡമാക്കുക എന്നത് മുറബിമാരുടെ മാത്രം ജോലിയല്ല, മറിച്ച് അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നമ്മൾ എല്ലാവർക്കും അതിനുവേണ്ടി തബ്ലീഗ് ചെയ്യേണ്ടതുണ്ട്. ഈ ഇസ ഗബ്രീൽ സാഹിബ് എന്ന ഓസ്ട്രേലിയയിലെ ഒരു നവ അഹമ്മദി ഉണ്ട്. കുറച്ചു മുമ്പ് തന്നെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു പ്രവേശിച്ചിരുന്നെങ്കിലും ചില അനഹമ്മദികളുടെ രൂക്ഷമായ ആക്ഷേപങ്ങൾ അദ്ദേഹത്തെയും സ്വാധീനിച്ചിരുന്നു. പ്രത്യേകിച്ച് ജലസ നടത്തുന്നത് ഒരു ബിദഅത്താണ്, അനാചാരമാണ് എന്ന ആക്ഷേപം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം ഓസ്ട്രേലിയയിലെ മസ്ജിദായ ബൈത്തുൽ മസൂറിൽ വെച്ച് ആഗോള ബൈത്തിൽ പങ്കെടുത്തു. പറയുന്നു, ഞാൻ എൻ്റെ എല്ലാ സംശയങ്ങളും ദുരൂഹതകളും ഇവിടെ വെച്ച് എനിക്ക് അകറ്റാൻ സാധിച്ചു. കാരണം ജൽസ അള്ളാഹുവിനായാണ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് എനിക്ക് വ്യക്തമായി ഇവിടെ കാണാൻ സാധിച്ചു. എനിക്ക് എൻ്റെ ഈമാന് പരിഷ്കരിക്കുന്നതിനുള്ള ഒരു അവസരമായിരുന്നു അത്. ബൈത്തിന്റെ അവസരത്തിൽ ദുആയിൽ പങ്കെടുത്തപ്പോൾ, കാലത്തിന്റെ ഖലീഫയോടൊപ്പമുള്ള ദുആയിൽ ചേർന്നപ്പോൾ എൻ്റെ ദുആകളും ദൈവസമക്ഷം സ്വീകാര്യയോഗമാകും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായി. ജൽസയുടെ പരിപാടികൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ഈമാനിൽ അഭിവൃദ്ധിപ്പെടാനാകുന്നു. ഓസ്ട്രേലിയയിലെ നേക്യാസ് ഗിബ്രി സാഹിബ് എന്ന നവാഗതൻ പറയുന്നു, ആഗോള ബയ്യത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതാവഹമായ പ്രതിഭാസമായിരുന്നു. ആ സമയത്ത് ഞാൻ കടന്നുപോയ ആത്മീയ നിർവൃതി അതിനു മുമ്പ് ഒരിക്കലും എനിക്ക് അനുഭവവേദ്യമായിരുന്നില്ല. എനിക്ക് മനഃശാന്തിയും ആത്മീയ ആനന്ദവും നൽകുന്ന ഒരു ആത്മീയ അന്തരീക്ഷമായിരുന്നു അത് പ്രദാനം ചെയ്തത്. ലെസത്തോസിൽ നിന്നും ഒരു നവ അഹമ്മദി യൂസുഫുൽ ഹബീസ സാഹിബ് പറയുന്നു, ഇതെൻ്റെ ആദ്യ ജൽസയാണ്. ഞാൻ ആദ്യമായാണ് കാലത്തിൻ്റെ ഖലീഫയെ കാണുന്നത്. ഇസ്ലാമിക അധ്യാപനങ്ങൾ മുഖേന ഇന്നത്തെ സമൂഹത്തിൽ ഉള്ള ദൗർബല്യങ്ങളും തിന്മകളും വിഭാടനം ചെയ്യേണ്ട മാർഗങ്ങൾ ഖലീഫ സവിശദം വിവരിക്കുകയുണ്ടായി. അതിനു സമാനമായത് ഇന്നുവരെ ഞാൻ എവിടെയും കേട്ടിട്ടില്ല.
ക്രിസ്തു മതത്തിൽ പോലും എനിക്ക് അങ്ങനെ ഒരു കാര്യം കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ അഹമ്മദിയത്തിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഘട്ടത്തിൽ ഞാൻ ആദ്യമായി കാലത്തിന്റെ ഖലീഫയുടെ ചിത്രം കണ്ട ശേഷം എന്നോട് അള്ളാഹു സ്വപ്നത്തിൽ ഇത് സത്യമതമാണെന്ന് പറയുകയുണ്ടായി. അഹമ്മദിയത്തിലേക്ക് ഞാൻ വന്നതും യഥാർത്ഥ ഇസ്ലാമിനെ പുൽകിയതും സത്യത്തിൽ കാലത്തിന്റെ ഖലീഫയെ കണ്ട ശേഷം എനിക്ക് ലഭിച്ച ദൈവിക ഹിദായത്തിന്റെ മാർഗദർശനത്തിന്റെ ഫലമായാണ്. അതുപോലെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ജൽസയെ കാണുകയും അതുപോലെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ബയ്യത്തിന്റെ ദൃശ്യം കാണുകയും ചെയ്തു. അതിൽ പങ്കെടുത്ത ശേഷം ഞാൻ എന്നിലൊരു സമൂല പരിവർത്തനം അനുഭവിച്ചറിയുന്നുണ്ട്. ഒരു പുതുജീവൻ ലഭിച്ച അനുഭൂതിയാണ് എനിക്കുള്ളത്. അൽബാനിയയിലെ പലോബിയ സാഹിബ് പറയുന്നു, ജർമ്മനിയിലുള്ള ചരിത്ര അധ്യാപകനാണ് അദ്ദേഹം. 3-4 വർഷം മുമ്പാണ് അദ്ദേഹം ബയ്യത്ത് ചെയ്ത് പ്രവേശിച്ചത്. പറയുന്നു, ഈ വർഷം UK ജൽസയിൽ ഞാൻ വിർച്വലായിട്ട് ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്. എങ്കിൽ കൂടി ഞാൻ സ്വയം അവിടെ സന്നിഹിതനായിരുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ജൽസയുടെ അന്തരീക്ഷവും കാലത്തിന്റെ ഖലീഫയുടെ പ്രഭാഷണവും എന്നിൽ വലിയ തോതിൽ സ്വാധീനമുളവാക്കി. ഞാൻ ഫിസിക്കലായിട്ട് തന്നെ ഭൗതിക ദേഹത്തോടെ അവിടെ ഹാജരാണെന്ന് എനിക്ക് തോന്നലുണ്ടായി. അഹമ്മദിയ ജമാഅത്തുള്ള ഐക്യത്തിനുള്ള സ്വയം പര്യാപ്തമായ തെളിവായിരുന്നു ഈ ആഗോള ജൽസ സാലാന. ലോകമെമ്പാടുമുള്ള അഹമ്മദികൾ ഒരു ഖലീഫയുടെ കൈകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എല്ലാ അഹമ്മദികളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അറിയാൻ തൽപരരാണ്. പറയുകയുണ്ടായി, ഖലീഫ സമാപന പ്രഭാഷണത്തിൽ വളരെ ലളിതമായ വാചകങ്ങളിലൂടെ നമുക്ക് സ്പഷ്ടമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയുണ്ടായി. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അനായാസം മനസ്സിലാകുന്ന വാക്കുകളായിരുന്നവ. നമ്മെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്ന പ്രഭാഷണമായിരുന്നു അത്. പ്രത്യേകിച്ച് അൽബാനിയയിലെ സൊസൈറ്റിയിൽ സ്ത്രീകളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രസംഗം ഞങ്ങൾക്ക് വളരെ പ്രസക്തമായിരുന്നു. നൈജറിലെ ഒരു റീജിയനിലുള്ള ഗുണ്ട്ര റോമജി സായിബ അവർ പറയുന്നു, ഇന്ന് ലജ്ജനകളോടുള്ള പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് സ്ത്രീകളുടെ കടമകളും അവകാശങ്ങളും സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ടായി. തുടർന്ന് പറയുന്നു, ഹുസൂർ തിരുമനസ് ഹജരത്ത് അമ്മ ജാൻ തൻ്റെ മക്കളെ പരിപാലിച്ചതിനെ കുറിച്ചും അവരുടെ സുശിക്ഷണ തർബിയത്ത്, നല്ല തർബിയത്ത് മാതൃകാപരമായി നടത്തിയതിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ പ്രതിജ്ഞ എടുത്തു, ഇന്നു മുതൽ ഞാനും എൻ്റെ മക്കളുടെ ശിക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും. അങ്ങനെ അവരെ മാതൃകാപരമായ സേവനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതായിരിക്കും. ഇത്തരത്തിലാണ് അള്ളാഹു മനുഷ്യരിൽ മാറ്റങ്ങൾ സംജാതമാക്കുന്നത്. എഡ്ലെഡിലെ മൊർബി സിൽസില ആത്തിഫ് സാഹിദ് സാഹിബ് പറയുന്നു, ലണ്ടനുമായി എഡ്ലെഡിലെ സമയത്തിന് 8.5 മണിക്കൂറിന്റെ അന്തരമുണ്ട്. ജൽസയുടെ പരിപാടികളെല്ലാം തന്നെ രാത്രി വളരെ വൈകിട്ടായിരുന്നു ഇവിടെ സംപ്രേഷണം ചെയ്തിരുന്നത്. ആളുകൾ അധികം വരില്ല എന്നും ഹാജർ നിലവാരം വളരെ മോശമായിരിക്കുമെന്നും ഭയമുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ അസാമാന്യമായ ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയുണ്ടായി. ജുമാ ദിവസം ജോലി ദിവസമായിരുന്നിട്ടും ജനങ്ങൾ പള്ളിയിൽ വരികയും ഖുതുബ സശ്രദ്ധം ശ്രവിക്കുകയും അന്താരാഷ്ട്ര ബയ്യത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. രാത്രി 3 മണിവരെ ഉറക്കമൊഴിച്ചുകൊണ്ട് അവർ ഉപസംഹാര പ്രസംഗം കേൾക്കുകയുണ്ടായി. എല്ലാവരുടെയും ഖിലാഫത്തുമായുള്ള സ്നേഹം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇക്കാര്യത്തിൽ എല്ലാവരും MTA നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. കസാഖിസ്ഥാനിൽ നിന്നും ഗുലിയാൻ മക്കീന സാഹിബ പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജൽസ സാലാന UK വിജയകരമായി പരിസമാപ്തി കുറിക്കുകയുണ്ടായി. കാലത്തിന്റെ ഖലീഫയുടെയും ഇതര പ്രാസംഗികന്മാരുടെയും വിവിധ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ വളരെ ഉപകാരപ്രദവും ആകർഷണീയവുമായിരുന്നു. ഈ പ്രസംഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക പ്രഭാവം ചെലുത്തുകയും ഞാൻ തബ്ലീഗ് ചെയ്യേണ്ട രീതി പഠിക്കുകയുമുണ്ടായി. ഇതുപോലെ മറ്റുള്ളവർക്കും അവരുടെ ചോദ്യങ്ങൾക്ക് ഇത് മുഖേന ഉത്തരം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു എനിക്ക് ബയ്യത്ത് പുതുക്കാനുള്ള തൗഫീക്ക് നൽകിയുണ്ടായി. അള്ളാഹു ജനങ്ങളുടെ ഹൃദയവും കണ്ണും തുറക്കുമാറാകട്ടെ. അവർക്ക് ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. യമനിൽ നിന്നും ഷീമ കാസിം സാഹിബ് പറയുന്നു, ഞങ്ങൾ ജൽസയുടെ പരിപാടികൾ കാണുകയുണ്ടായി. ഞങ്ങൾ സ്വർഗത്തിലാണ് എന്നൊരു പ്രതീതിയിലായിരുന്നു. ഇസ്ലാമിന്റെ സൂര്യൻ വീണ്ടും നമ്മുടെ മുകളിൽ ഉദിച്ചുയർന്നതായും അതുപോലെ നമ്മുടെ ഹൃദയങ്ങൾക്കും ആത്മാവിനും നവോന്മേഷം ലഭിച്ചതായും ഞങ്ങളിൽ യഥാർത്ഥ ഈമാന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂറിന്റെയും ആത്മാവ് ഊതപ്പെട്ടതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഞങ്ങൾ നിങ്ങളിൽ നിന്നും വിദൂരത്തിലായിരുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത് എന്ന പ്രതീതിയായിരുന്നു. ഒരു അഹമ്മദിക്കല്ലാതെ ഈ ബന്ധത്തെക്കുറിച്ച്
മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ രാജ്യത്ത് ശക്തമായ മഴയുടെ സമയമായിരുന്നിട്ടും ജൽസയുടെ 3 ദിവസവും കാലാവസ്ഥ വളരെ നന്നായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ജൽസയുടെ എല്ലാ പരിപാടികളും കാണുകയുണ്ടായി. കാരണവാനായ നാഥൻ ഖിലാഫത്തിനെ എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. ഖിലാഫത്തില്ലാതെ നമ്മുടെ ഒരു അസ്തിത്വവും ലക്ഷ്യവുമില്ല. മറ്റൊരു അറബ് സ്ത്രീ ദുആ സാഹിബ കബാബറിൽ നിന്നുള്ള സ്ത്രീയാണ്. അവർ പറയുന്നു, താങ്കളുടെ ഖുത്ബയുടെ നോട്ട്സുകൾ തയ്യാറാക്കാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായി. ഉപസംഹാര പ്രഭാഷണത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിൽ വളരെ അധികം ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ അവകാശങ്ങളെയും വികാരങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു മതത്തിൽ അതിൻ്റെ അനുയായിയായി ഞാൻ നിലകൊള്ളുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം അമുസ്ലിങ്ങളായ എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വിവരിക്കാൻ എനിക്ക് അഭിമാനത്തോടെ സാധിക്കും. അതിനുശേഷം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് താങ്കൾ സംസാരിക്കുകയുണ്ടായി. അതിലൂടെ ഞാൻ എൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ഭർത്താവിൻ്റെയും അവകാശങ്ങളെ യഥാവിധം നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പരിശോധിക്കാനായി. ബയത്തിന്റെ അവസരത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ കാലത്തിന്റെ ഖലീഫയോടൊപ്പമാണെന്നും നമ്മുടെ ഇടയിൽ ഒരു രാജ്യവും ഒരു സമുദ്രവും തടസ്സമായില്ല എന്നും എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഹൃദയം തകരുമാറ് ഞാൻ സന്തോഷ പുളകിതയായിരുന്നു. ഉറുദുവിൽ നിന്നും ഒരു സ്ത്രീ അമത്തു ഷാഫി സാഹിബ് എഴുതുന്നു, ഞാൻ താങ്കളുടെ ജൽസ സാലനയുടെ ആദ്യത്തെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. എൻ്റെ ശരീരം എൻ്റെ ചുമതലകളെ മനസ്സിലാക്കിക്കൊണ്ട് ആയിരുന്നു. രണ്ടാമത്തെ ദിവസത്തിലെ പരിപാടിയിൽ വബന്ത എന്നു പേരുള്ള പട്ടണത്തിലെ അഹമ്മദികളുടെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമുമായിട്ടും കാലത്തിന്റെ ഖലീഫയുമായിട്ടുമുള്ള സ്നേഹത്തെക്കുറിച്ച് കാണിക്കുകയുണ്ടായി. ഈ പട്ടണം അങ്ങേയറ്റം പിന്നോക്കാവസ്ഥയിലായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവരായിട്ടും ഈ നാട്ടിലെ ഒരു നേതാവിന്റെ സംസാരം കേട്ട് എൻ്റെ കണ്ണ് അശ്രുപൊഴിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവൻ്റെ മസീഹ് മൗദിനെയും സ്നേഹിക്കുന്നു എന്ന്. ബാഹ്യമായി ഇത് സാധാരണ വാക്കുകളാണ്, എന്നാൽ ഇത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. പിന്നെ മർവ അബ്ദുള്ള മിസ്രിൽ നിന്നും പറയുന്നു, അമീറുൽ മോമിനീൻ, താങ്കൾ ഞങ്ങളുടെ ഹൃദയത്തെ തൻ്റെ പ്രഭാഷണങ്ങളാലും മറ്റുള്ള പ്രാസംഗിക പ്രസംഗങ്ങളാലും ആത്മീയ വിഭവങ്ങളാൽ സമ്പന്നമാക്കിയുണ്ടായി. ഞാൻ അപ്പോൾ ആത്മീയ ആകാശത്ത് പറക്കാൻ തുടങ്ങി. തൻ്റെ റബ്ബുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വെമ്പൽ കൊള്ളുകയുണ്ടായി. എൻ്റെ ആഗ്രഹമാണ് താങ്കൾ പറഞ്ഞ ആ സംതൃപ്തി അടഞ്ഞ ആത്മാവിൻ്റെ അവസ്ഥ വരെ എത്തുക എന്നുള്ളത്. ശാന്തി പ്രാപിച്ച ആത്മാവിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൃദയം ആഗ്രഹിക്കുന്നു പരിസരം മറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹത്താലും അവനുമായി കണ്ടുമുട്ടാനുള്ള ആവേശത്താലും അലിഞ്ഞു ചേരുക എന്ന്. എൻ്റെ ശരീരം ജനങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും എൻ്റെ ആത്മാവ് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിൻ്റെ വാനത്തിൽ പറന്നുകൊണ്ടിരിക്കട്ടെ. അറബികളുടെ ഒരു പ്രത്യേക കഴിവാണ്, അവർ നല്ല വാക്കുകൾ, തിരഞ്ഞെടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. ആത്മാർത്ഥതയുടെയും കൂറിൻ്റെയും നല്ല നിലവാരം അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. അള്ളാഹു അവരുടെ ഈമാനിലും വിശ്വാസത്തിലും വർധനവ് നൽകട്ടെ. ഇനി മലേഷ്യയിലെ ഒരു നവാഹമ്മദി സുഹൃത്ത് സസ്ലാൻ അസ്ഖാൻ സാഹിബ് പറയുന്നു, വളരെ ലളിതമായ വ്യക്തിത്വമാണ്, ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണ്. ഇന്റർനെറ്റിൽ ജൽസ കാണാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തിലെ മാവിൽ നിന്നും മാങ്ങ പറിക്കുകയും അങ്ങനെ ലഭിച്ച മാങ്ങ വിൽക്കുകയും അതുകൊണ്ട് കിട്ടിയ പണം കൊണ്ട് ഡാറ്റ വാങ്ങുകയും ജൽസ കാണുകയും ചെയ്യുകയാണുണ്ടായത്. ഗിനി ബസാവോയിലെ ഒരു അനഹമ്മദി സുഹൃത്ത് സിനി ബാൾട്ടെ സാഹിബ് ജൽസ കാണുകയുണ്ടായി. പറയുന്നു, ജനങ്ങൾ തങ്ങളുടെ നേതാവിന് ഇത്രത്തോളം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ശ്രവിക്കുന്ന പരിപാടി ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അന്താരാഷ്ട്ര ബയ്യത്തിന്റെ കാഴ്ച വളരെ സുന്ദരമായിരുന്നു. അദ്ദേഹം മുഴുവൻ ജമാഅത്ത് ഒറ്റക്കൈ ഒരുമിച്ച് ആഗോള ബയ്യത്തിൽ മാത്രമായാണ് കണ്ടത്.
പറയുന്നു, ഈ കാഴ്ച കണ്ടപ്പോൾ അഹമ്മദി ജമാഅത്ത് തങ്ങളുടെ ഖലീഫയെ പരിപൂർണമായി അനുസരിക്കുന്നു എന്നും എനിക്ക് ദൃഢബോധ്യം വന്നു. ഇത് തന്നെയാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യവും. യഥാർത്ഥത്തിൽ അഹമ്മദി ജമാഅത്ത് സത്യജമാഅത്താണ്. നിങ്ങൾ സത്യമാർഗത്തിലാണുള്ളത്. മെക്സിക്കോയിൽ നിന്നും സുറിയ ഗുമേസ് സാഹിബ പറയുന്നു, ജൽസ സാലനയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഉപസംഹാര പ്രസംഗം ഏറ്റവും ആകർഷകമായി എനിക്ക് അനുഭവപ്പെട്ടു. എങ്ങനെ വീട്ടിലെ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്താമെന്ന് പറയുകയുണ്ടായി. ഞാൻ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളായിരുന്നു അവ. ഇതുകൂടാതെ ബയ്യത്തിന്റെ അവസരത്തിൽ വളരെയധികം ഞാൻ വികാരാധീനയായി. വാക്കുകളാൽ വിവരിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയായിരുന്നു അത്. പക്ഷെ ഞാൻ വളരെയധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഗിനി ബസായിലെ ഒരു നവ അഹമ്മദി സ്ത്രീ പറയുന്നു, അവർ ഒരു അനഹമ്മദിയായ ഒരു സുഹൃത്ത് സേബ് നിസായെ ജലസയിൽ പങ്കെടുക്കുന്നതിനായി കൊണ്ടുവരികയുണ്ടായി. പറയുന്ന ജൽസകളുടെ 3 ദിവസങ്ങളിലെയും എല്ലാ പരിപാടികളിലും അവർ പങ്കെടുത്തു. അതുപോലെ തങ്ങളുടെ എല്ലാ പ്രഭാഷണങ്ങളും പ്രത്യേകം ശ്രവിക്കുകയുണ്ടായി. അവസാന ദിവസം പള്ളിയിൽ ഇപ്രകാരം വിളംബരപ്പെടുത്തുകയുണ്ടായി, എനിക്ക് അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. താങ്കളുടെ ഖലീഫയുടെ ഖുത്ബകൾ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ എല്ലാ ആക്ഷേപങ്ങളും അവസാനിക്കുകയുണ്ടായി. ഞാൻ അഹമ്മദത്തിൽ ചേരുന്നതായി വിളംബരപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ മകനെയും അഹമ്മദിയ ജമാഅത്തിന് വേണ്ടി വഖഫ് ചെയ്യുന്നു. ഗിനി ബസായിലെ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന സ്ത്രീയാണ് കമ്പ ഗിട്ട സൈബ. UK ജൽസയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ഭയത്തിനെ സംബന്ധിച്ച് കേട്ടപ്പോൾ മൗലവിനോട് അതിനെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. മൗലവി സാഹിബ് ഭയത്തിന്റെ 10 നിബന്ധനകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഈ സ്ത്രീ ഭയത്തിൽ പങ്കെടുക്കുകയും ഭയത്തിന്റെ എല്ലാ വാക്കുകളും ഏറ്റു പറയുകയും ഉപസംഹാര പ്രഭാഷണം കേൾക്കുകയുമുണ്ടായി. അവസാനം പറയുകയുണ്ടായി, ഭയത്തിന്റെ അവസരത്തിൽ തന്നെ അഹമ്മദിയ ജമാഅത്ത് ഞാൻ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ പ്രഭാഷണത്തിന് ശേഷം ഞാനത് വിളംബരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് മുസ്ലിം ഉമ്മത്തിനെ ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് അഹമ്മദിയ ഖിലാഫത്തിന് മാത്രമാണ്. ഇന്ന് ഞാൻ അഹമ്മദിയത്തെ സ്വീകരിച്ചതായി വിളംബരപ്പെടുത്തുന്നു. എൻ്റെ മക്കൾക്കും അഹമ്മദിയത്തെ സ്വീകരിക്കാനായി ഉപദേശിക്കുന്നതാണ്. കാരണം അഹമ്മദിയത്ത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. പിന്നെ കോങ്കോ ബ്രാസീലിൽ നിന്നും വിവിധ ജമാഅത്തുകളിൽ നിന്നും മിഷണറിമാർ എഴുതുന്നു, സംഘടിതമായി ജൽസയുടെ എല്ലാ പരിപാടികളും MT ആഫ്രിക്ക മുഖേന തത്സമയമായി കാണാൻ തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. പ്രഭാഷണങ്ങൾ കാരണം വളരെയധികം ജനങ്ങൾക്ക് സ്വാധീനമുളവായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പ്രഭാഷണങ്ങൾ കേട്ട കാരണത്താലും ജൽസയിലെ മറ്റു പരിപാടികൾ കണ്ട കാരണത്താലും 23 ആളുകൾക്ക് ഈ ദിവസങ്ങളിൽ അവിടെ ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. കോങ്കോ ബ്രാസീലിൽ നിന്നും മിസ്റ്റർ മംബൂറ ബിൻ ജീലി സാഹിബ് ക്രിസ്ത്യാനിയായിരുന്ന അദ്ദേഹത്തെ ജൽസയിൽ ക്ഷണിക്കുകയുണ്ടായി. 2 ദിവസം അദ്ദേഹം ജൽസ കേൾക്കുകയുണ്ടായി. പറയുന്നു, ഞാനിവിടെ 2 ദിവസമായി ദൈവത്തോടുള്ള കടമകളെ സംബന്ധിച്ചും അവന്റെ അടിമകളോടുള്ള കടമകളെ സംബന്ധിച്ചും തഖ്വയെ സംബന്ധിച്ചും ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ചും കേൾക്കുകയുണ്ടായി. അത് എൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയുണ്ടായി. എൻ്റെ ഉള്ളിൽ ഒരു വ്യത്യാസം ഞാൻ അനുഭവിക്കുന്നു. ചർച്ചിലാണെങ്കിൽ ജാലവിദ്യയും ബാധ ഒഴിപ്പിക്കലും അല്ലാതെ ഒന്നും തന്നെ പറയുന്നില്ല. ഞാൻ നിങ്ങളുടെ ജമാഅത്തിൽ ചേരാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം ഇവിടെ മാത്രമാണ് എനിക്ക് ആത്മീയ ശാന്തി ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കേണ്ടത്. ബുർക്കിന ഫാസോയിലെ ഒരു നവ മുസ്ലിം സുഹൃത്ത് മീസ ബീസ സാഹിബ് പറയുന്നു, ഖലീഫത്തുൽ മസീഹിനെ നേരിട്ട് കണ്ട ആദ്യത്തെ അവസരമാണത്. ഞാൻ ഇസ്ലാമിൽ പുതുതായി പ്രവേശിച്ച വ്യക്തിയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ലോകത്തിന് നിർബന്ധമായും ഒരു നേതാവിൻ്റെ കയ്യിൽ ഒരുമിക്കേണ്ടതുണ്ട് എന്ന ചിന്ത വരാറുണ്ട്. ഇവിടെ ജമാഅത്തിലെ ജനങ്ങളെ കണ്ടപ്പോൾ ആ ഐക്യം എനിക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ അവരോടൊപ്പം അഹമ്മദിയ പള്ളിയിൽ നമസ്കരിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ജൽസ സാലാന UK-യിലും അന്താരാഷ്ട്ര ബയ്യത്തിലും പങ്കെടുക്കുകയുണ്ടായി. എല്ലാ അഹമ്മദികളും അതിൽ MTA മുഖാന്തരം പങ്കെടുക്കുകയുണ്ടായി. ഞാൻ ഇതെല്ലാം എൻ്റെ കണ്ണുകളാൽ കണ്ടപ്പോൾ എനിക്ക് സംതൃപ്തിയുണ്ടായി. എല്ലാവരും ഒരു കയ്യിൽ ഒരുമിച്ച് കൂടുക എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യം നേരിട്ട് കാണുകയുണ്ടായി. ഞാൻ എൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്നു മുതൽ അഹമ്മദ് സ്വീകരിക്കുന്നതായി ഞാൻ വിളംബരപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കുടുംബത്തോടും ഖിലാഫത്തിന് പിന്നിൽ ചലിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതാണ്. ശ്രീലങ്കയിലെ ഒരു ജമാഅത്തിലേക്ക് ബയ്യത്ത് ചെയ്ത് പ്രവേശിച്ച ഒരു സംഭവത്തെക്കുറിച്ച് അവിടുത്തെ സദർ സാഹിബ് എഴുതുന്നു. ലോക്കൽ ജമാഅത്തുകളിൽ സംഘടിതമായി
ജൽസ കേൾക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. കൊളംബോയിൽ ജമാഅത്തിന്റെ സെന്ററിൽ രാജ്യത്ത് നിലനിന്ന അവസ്ഥ കാരണം വരാനും പോകാനും തടസ്സങ്ങളുണ്ടായിട്ടും 50 അഹമ്മദികളും അനഹമ്മദികളും ജൽസയിലും ആഗോള ബൈത്തിലും പങ്കെടുക്കുകയുണ്ടായി. ഈ അവസരത്തിൽ 2 വ്യക്തികൾ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് മുഖാന്തരം നഗംബോ, സോസില, പോർലവയിലെയും ജനങ്ങൾ സംഘടിതമായിക്കൊണ്ട് ജൽസയിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാ പരിപാടികളുടെയും തർജ്ജമ തമിഴ് ഭാഷയിലും ചെയ്യപ്പെട്ടു. ഈ പരിപാടികളുടെ ഫലമായി കൊണ്ട് 4 പേർക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തൗഫീക്ക് ലഭിച്ചു. അൽബാനിയെ സംബന്ധിച്ച് റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്നു. അവിടെ തത്സമയം തർജ്ജമ യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അൽബാനിയയിലും കോംബോയിലും കൊസോവയിലും മഗ്ദൂറിനയിലും ജർമ്മനിയിലും വസിക്കുന്ന അൽബാനിയൻ ജനങ്ങൾ ഇത് കേൾക്കുകയുണ്ടായി. ഒരു അനുഭാവിയായ മുസ്ലിം സുഹൃത്ത് ആൽബർട്ട് സാഹിബ് ആദ്യമായി ജൽസ സാലാന UK സമാപന സെഷനിൽ പങ്കെടുക്കുകയുണ്ടായി. ജൽസ അവസാനിച്ചതിനു ശേഷം പറയുകയുണ്ടായി, ഹജറത്ത് ഖലീഫത്തുൽ മസീഹിന്റെ പ്രഭാഷണം ഖുർആനിക ആയത്തുകളാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്താലും യുക്തിപരമായ തെളിവുകളാലും നിറഞ്ഞതാണ്. എന്നാലും വളരെ സരളമായ ഭാഷയിലാണ് അതുള്ളത്. ആരാണോ സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ആക്ഷേപമുയർത്തുന്ന അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ നൽകുകയുണ്ടായി. തിരിച്ചു പോയതിനു ശേഷം തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ വരികയുണ്ടായി. ജമാഅത്ത് അഹമ്മദിയെയും ജൽസ സംബന്ധിച്ച് തന്റെ വികാരത്തെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. പറയുകയുണ്ടായി, അഹമ്മദി ജമാഅത്ത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. ബയ്യത്തിന്റെ നിബന്ധനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ജമാഅത്തിന്റെ ഒരു അൽബാനിയൻ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ആ ഗ്രന്ഥത്തിൽ 10 ബയ്യത്ത് നിബന്ധനകൾ അടങ്ങിയിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. കോങ്കോ ബ്രാസീലിലെ ഒരു മൗല്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഒരു വനിതയുണ്ട് അവിടെയുള്ളത്, യൂക്കോ സ്റ്റീവി. അവരുടെ ഭർത്താവ് ആദ്യം തന്നെ അഹമ്മദിയത്ത് സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി തബ്ലീഗും ചെയ്തുകൊണ്ടിരുന്നു, ദുആയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ചർച്ചിൽ പോകുന്നത് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ജൽസ സാലാന കാണാൻ വേണ്ടി അവരെ ക്ഷണിക്കുകയുണ്ടായി. 3 ദിവസങ്ങളും ജൽസയുടെ പരിപാടികൾ അവർ കണ്ടു. ജൽസയുടെ അവസാന ദിവസത്തിൽ ആ വനിത ഇപ്രകാരം പറയുകയുണ്ടായി, 3 ദിവസമായി ഞാൻ എൻ്റെ പാതിരിയെയും അതുപോലെ നിങ്ങളുടെ ഖലീഫയുടെയും വാക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഖലീഫയുടെ കാര്യങ്ങൾക്ക് വളരെയധികം പ്രബലതയുണ്ട്, ആക്കമുണ്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. പാതിരി സാഹിബിന്റെ വാക്കുകൾ ദിവസവും കേൾക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിട്ടില്ല. ഒരിക്കലും തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല. അങ്ങനെ അവർ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ജനങ്ങളുടെ സംഭവങ്ങളിലെ ചില സംഭവങ്ങളാണ് ഞാൻ ഇവിടെ വിവരിച്ചത്. ജൽസയുടെ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ പ്രത്യേക വ്യക്തിത്വങ്ങളുടെ ഭാഗത്തു നിന്നും നിരവധി സന്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. 126 സന്ദേശങ്ങൾ മുഴു ലോകത്തു നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അതിൽ 101 സന്ദേശങ്ങൾ വീഡിയോ ആയിരുന്നു. 25 സന്ദേശങ്ങൾ റിട്ടേൺ മെസ്സേജ് ആയിരുന്നു. മന്ത്രിമാരുടെയും MP-മാരിൽ നിന്നുമുള്ള സന്ദേശങ്ങളുണ്ടായിരുന്നു. സന്ദേശങ്ങൾ അയച്ച UK നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിൽ അമേരിക്ക, കാനഡ, സിയറലിയോൺ, യുഗാണ്ട, ലിബേരിയ, ന്യൂസിലാൻഡ്, സ്പെയിൻ അതുപോലെ ഹോളണ്ടും ഉൾപ്പെടുന്നു. 53 രാജ്യങ്ങളിൽ ലൈവ് സ്ട്രീമിംഗിന്റെ സൗകര്യമുണ്ടായിരുന്നു. ഇത് മുഖേന 53 രാജ്യങ്ങളിലെ ജനങ്ങൾ ജൽസ സാലാനയിൽ പങ്കെടുക്കുകയുണ്ടായി. യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഈ 53 രാജ്യങ്ങളിൽ നിന്നും 80 സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുകയുണ്ടായി. ഈ വർഷം കോവിഡ് ആയ കാരണത്താൽ പ്രസ് ആൻഡ് മീഡിയക്ക് പൊതുവായിട്ട് ക്ഷണമുണ്ടായിരുന്നില്ല. പക്ഷേ 2 മീഡിയ ഔട്ട്ലെറ്റുകൾ പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവാദം തേടുകയുണ്ടായി. പ്രസ് സെക്ഷൻ വിചാരിച്ചത് ഇപ്രാവശ്യം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നാണ്. എങ്ങനെ ലോകത്തോട് ഈ ഇത്ര വിപുലമായ ജൽസ സംബന്ധിച്ച് പറയുമെന്ന് അവർ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ അള്ളാഹു സ്വന്തം തന്നെ സന്ദേശം എത്തിക്കാനുള്ള സൗകര്യം
ഒരുക്കുകയുണ്ടായി. 2 മീഡിയക്കാർ വന്നിരുന്നു, BBC നിന്നും മറ്റൊരു ചാനലും. BBC നിന്നും ITV, മെട്രോ, LBC, BBC റേഡിയോ സർറേ, BBC സൗത്ത് ടുഡേ, BBC ന്യൂസ് വെബ്സൈറ്റും വളരെയധികം ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുകയുണ്ട്. അതെടുത്തുകൊണ്ട് മറ്റു മീഡിയക്കാരും പ്രചരണം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പ്രാദേശിക തലത്തിൽ 8 മീഡിയ ഹൗസുകൾ, ഔട്ട്ലെറ്റുകൾക്ക് പ്രചരണം നൽകിയിട്ടുണ്ടായി. ഇതുകൂടാതെ 28 വെബ്സൈറ്റുകൾ ജൽസ സംബന്ധിച്ച് വാർത്തകളും ആർട്ടിക്കിളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ വെബ്സൈറ്റുകളുടെ വ്യാപ്തി 20 മില്യണിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എഴുത്ത് മാധ്യമങ്ങളെ നോക്കുകയാണെങ്കിൽ പത്രങ്ങളിൽ ജൽസ സംബന്ധിച്ച് 14 ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പത്രങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം 1.2 മില്യൺ ആകുന്നു. വിവിധ TV ചാനലുകളിലായി 32 പരിപാടികളായി ജൽസ സാലാന സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഈ ചാനലുകൾ കണ്ടവരുടെ എണ്ണം 12 മില്യണിൽ കൂടുതലാണ്. റേഡിയോ സ്റ്റേഷൻ മുഖേന 33 പ്രോഗ്രാമുകളിലൂടെ ജൽസ സാലാന UK കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. റേഡിയോ സ്റ്റേഷൻസ് കേൾക്കുന്നവരുടെ എണ്ണം 1 മില്യണിൽ കൂടുതലാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേന മീഡിയ ഔട്ട്ലെറ്റ്, പൊതുവ്യക്തികൾ, അതുപോലെ ജേർണലിസ്റ്റുകൾ മുഖേന ജൽസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ അയക്കുകയും അത് ഏകദേശം 12 മില്യൺ ആളുകളിലേക്ക് എത്തുകയുമുണ്ടായി. പ്രസ് ആൻഡ് മീഡിയ ടീം വീഡിയോസ് ഉണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയുണ്ടായി. 2,34,000 കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുകയുണ്ടായി. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 57.5 മില്യൺ ആളുകളിലേക്ക് ജൽസ സാലാന UKയുടെ പരിപാടികൾ എത്തുകയുണ്ടായി. പത്രപ്രവർത്തകർക്ക് പങ്കെടുക്കാനുള്ള അനുമതിയില്ലായിരുന്നു. പ്രസ് ആൻഡ് മീഡിയം ടീം UK ജമാഅത്തിന്റെ തബ്ലീഗ് വകുപ്പിന്റെ സഹായത്താൽ 32 പത്രപ്രവർത്തകർക്ക് ലങ്കറിലെ ഭക്ഷണം എത്തിക്കുകയുണ്ടായി. തുടർന്ന് അവർ അത് സംബന്ധമായി അനുമോദിക്കുകയും നല്ല പ്രതികരണം നൽകുകയും ചെയ്തു. BBC സൗത്തിന്റെ പ്രതിനിധിയായ എഡ്വേർഡ് സോൾട്ട് പറയുന്നു, ഞാൻ ഏറ്റവും നല്ല സമയമാണ് ജൽസയിലൂടെ ചെലവഴിച്ചത്. ഉന്നത നിലവാരത്തിലുള്ള അതിഥി സൽക്കാരവും അർത്ഥവത്തായ പ്രഭാഷണങ്ങളും ശ്രവിച്ചപ്പോൾ തുടർന്നും നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഒരു പത്രപ്രവർത്തകൻ സ്റ്റേവി നേത്ത പറയുന്നു, നിങ്ങളുടെ ജമാഅത്തിന്റെ വിശാല മനസ്കത എന്നെ അമ്പരിപ്പിക്കുന്നു. ഒരു പത്രപ്രവർത്തക നദാഷ ദ്യൂൻ പറയുന്നു, യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും ഒന്നാണ്. നല്ല ആളുകൾ മതത്തെ ആളുകളെ ഒരുമിച്ച് കൂട്ടാനും ദരിദ്രരെ സഹായിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ മോശക്കാരായവർ മതത്തെ ദുരുപയോഗം ചെയ്യുന്നു. ജൽസ സാലാന തീർച്ചയായും സച്ചരിതരായവരുടെ ഉദാഹരണമാണ്. ജൽസ സാലാന UKക്ക് വേണ്ടി MTA 1885 പോസ്റ്റുകളും ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വഴി അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇത് ഏകദേശം 4 മില്യൺ ആളുകളിലേക്ക് എത്തി. 2,13,000 ആളുകൾ പോസ്റ്റ് ലൈക്ക് ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകനവും നടന്നു. സാമൂഹിക മാധ്യമങ്ങൾ വഴി 1236 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. 2,31,000 പേർ അത് കാണുകയുണ്ടായി. മുഴുവനായി കണ്ടവരുടെ സമയം നിജപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം 4,70,000 മണിക്കൂറാണ് കണ്ടത്. MTA വെബ്സൈറ്റ് മുഖേന 24,000 ആളുകൾ 92,000 പ്രാവശ്യം കാണുകയുണ്ടായി. MT ആഫ്രിക്കയുടെ റിപ്പോർട്ട് പ്രകാരം തത്സമയം 20 TV ചാനൽ മുഖേന സംപ്രേഷണം നടന്നു. ഇതിൽ ചിലത് പബ്ലിക് ചാനലുകളും ചിലത് പ്രൈവറ്റ് ചാനലുകളുമായിരുന്നു. ചില ചാനൽ രാജ്യം മുഴുവൻ കാണുന്ന നാഷണൽ TVകളായിരുന്നു. ഇതിൽ ഗാംബിയ നാഷണൽ TV, സെറാലിയോൺ നാഷണൽ TV, ലൈബീരിയ നാഷണൽ TV കൂടാതെ ചില സ്വകാര്യ ചാനലുകളും അടങ്ങിയിരിക്കുന്നു. ആഗോള ഭയത്വം സംപ്രേഷണം ചെയ്യുകയുണ്ടായി. 20 TV ചാനൽ മുഖേന എൻ്റെ പ്രഭാഷണങ്ങൾ കാണുകയുണ്ടായി. അത് ഏകദേശം 35 മില്യൺ ആളുകളിലേക്ക് എത്തപ്പെട്ടു. ജൽസയുടെ സംപ്രേഷണം കൂടാതെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തുകൂടാതെ ജൽസയുമായി ബന്ധപ്പെട്ട വാർത്ത തയ്യാറാക്കിക്കൊണ്ട് ആഫ്രിക്കയിലേക്ക് അയക്കേണ്ടായി. അതിനാൽ ജൽസയുടെ 3 ദിവസവും 15 ചാനലുകൾ ജൽസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ നൽകിയും ഏകദേശം 15 മില്യൺ ആളുകളിലേക്ക് അങ്ങനെ അത് സന്ദേശം എത്തുകയുമുണ്ടായി. റിവ്യൂ ഓഫ് റിലീജിയൻസ് മുഖേനയും ജൽസയുടെ സന്ദേശങ്ങൾ എത്തിക്കുകയുണ്ടായി. സമൂഹ മാധ്യമങ്ങളും YouTube വഴിയുമാണ് ജൽസയുടെ സന്ദേശം എത്തിച്ചത്. ജൽസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40 ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. 12 വീഡിയോകൾ നിർമ്മിക്കുകയുണ്ടായി. 110-ലധികം പോസ്റ്റുകൾ അയച്ചു 3 ലക്ഷത്തിൽ പരം ആളുകൾക്ക് അവ എത്തിക്കുകയും ചെയ്തു. അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ജൽസയുടെ അതിമഹത്തായ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ച സംഭവങ്ങളിൽ നിന്നും
തിരഞ്ഞെടുത്തവ മാത്രമാണ്, ചില ഫീഡ്ബാക്കുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത്. അള്ളാഹു ഓരോ അഹമ്മദിയുടെയും വിശ്വാസത്തിലും ഈമാനിലും അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ജൽസയുടെ സ്വാധീനം താൽക്കാലികമാകാതെ സ്ഥായിയായി നിലകൊള്ളുന്നതായി തീരട്ടെ. നമസ്കാര ശേഷം ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ആയതിനാൽ കുറച്ച് മർഹൂമിങ്ങളെ കുറിച്ച് ഇവിടെ അനുസ്മരിക്കുന്നതാണ്. ആദ്യത്തേത് നുസ്രത്ത് ഖുദ്രത്ത് സുൽത്താന സാഹിബിയെ കുറിച്ചാണ്. ബഹുമാന്യ ഖുദ്രത്തുള്ള അദ്നാൻ സാഹിബ് ഓഫ് കാനഡയുടെ പത്നിയാണ്. കഴിഞ്ഞ ദിവസം 55-ാമത്തെ വയസ്സിൽ മരണമടയുകയുണ്ടായി. ഇന്നല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമ കൃത്യതയോടെ നമസ്കാരവും താജ്വീദും നിർവഹിക്കുന്ന സ്ത്രീയും നന്മ നിറഞ്ഞ മലക്കളുടെ ഗുണങ്ങളുള്ള വനിതയുമായിരുന്നു. ആശുപത്രിയിലിരിക്കെ അവിടെയുള്ള എല്ലാ ഡോക്ടർമാരോടും തബ്ലീഗ് ചെയ്യുകയുണ്ടായി. അവിടെ ഒരു മുസ്ലിം അറബി ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ വിശുദ്ധ ഖുർആൻ കേൾക്കാനായി നുസ്രത്ത് സാഹിബിന്റെ അടുത്ത് വരുമായിരുന്നു. അവർക്ക് സൂറ യാസീൻ ഓതി കേൾപ്പിക്കുമായിരുന്നു. അവർ സംസാരങ്ങൾ എപ്പോഴും ഖിലാഫത്തിനെ കുറിച്ച് എടുത്തു പറയുമായിരുന്നു. ഖിലാഫത്തുമായി കൂറും അനുകമ്പയും ഉണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ അധികവും അനഹമ്മദി സുന്നികളാണ്. അവരോടെല്ലാം തന്നെ കാലത്തിന്റെ ഇമാമിൽ ബൈഅത്ത് ചെയ്യാൻ പറയുകയും അവരോട് തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് 3 മക്കളാണുള്ളത്. ഒരു മകൻ റദിയുള്ള നോമാൻ ജാമിയ അഹമ്മദിയ കാനഡയിലെ വിദ്യാർത്ഥിയാണ്. മറ്റു 2 പേരിൽ ഒരാൾ, അതായത് ഈ വിദ്യാർത്ഥിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. മർഹൂമയുടെ ഭർത്താവ് പറയുന്നത്, എൻ്റെ ഭാര്യ വഖഫ് സിന്ദഗിയെ പോലെ ജീവിതം കഴിച്ചു കൂട്ടിയ സ്ത്രീയാണ്. സന്താനങ്ങളുടെ ശിക്ഷണത്തിനായി കഴിവിന്റെ പരമാവധി ശ്രമിച്ചിരുന്നു. ഖിലാഫത്തുമായി അതിയായ സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. തബ്ലീഗ് ചെയ്യാനുള്ള അത്യധികമായ ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം തങ്ങളുടെ മക്കൾക്കും പകർന്നു നൽകി. എല്ലാ മക്കളും തബ്ലീഗ് ചെയ്യാനുള്ള ആവേശം ഉള്ളവരാണെന്ന കാര്യം ഞാനും മനസ്സിലാക്കിയതാണ്. അനിതര സാധാരണമായ ആവശ്യമാണ് അവരിലുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്ക് നല്ല തർബിയത്ത് ലഭിച്ചു. പഠിക്കാനുള്ള ആവശ്യമുണ്ട്. അതിനുള്ള കഴിവും അള്ളാഹു നൽകിയിരിക്കുന്നു. അത് മുഖേന ബൈഅത്ത് നടന്നു വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരു മകൻ നോമാൻ സാഹിബ് കാനഡ ജാമിയ അഹമ്മദിയിലെ വിദ്യാർത്ഥിയാണ്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും മറ്റു മക്കൾക്കും നല്ല നിലയിൽ ദീനിനെ സേവിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ തങ്ങളുടെ മാതാവിന്റെ ദുആകളുടെ അനന്തരാവകാശികളുമാക്കട്ടെ. അവരുടെ മകൻ ജെരിയുള്ള അദ്നാൻ പറയുന്നു, മാതാവ് നന്മയിലും തഖ്വയിലും പരിശുദ്ധിയിലും ഉദാത്തവും മാതൃകാപരവുമായ സ്ത്രീയായിരുന്നു. അള്ളാഹുമായി പ്രത്യേകമായ ബന്ധം സ്ഥാപിച്ചിരുന്നു. മക്കളുടെ ശിക്ഷണത്തിൽ അങ്ങേറ്റം ശ്രദ്ധ ചെലുത്തിയിരുന്നു. എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു. ദരിദ്രരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസമായിരുന്നു. ക്യാൻസറിന്റെ അസുഖമായിരുന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയിൽ സംതൃപ്തിയായി നിലകൊണ്ടിരുന്നു. ഞങ്ങളോട് ധൈര്യത്തോടെ നിലകൊള്ളാനും അള്ളാഹുവിൽ ഉള്ള വിശ്വാസം കൂടുതൽ ദൃഢമാക്കാനും പറയുമായിരുന്നു. ജീവിതവും മരണവും വലിയ കാര്യമൊന്നുമല്ല എന്ന് ഡോക്ടറോടും പറയുമായിരുന്നു. യഥാർത്ഥ ജീവിതം എന്നത് മറ്റുള്ളവർക്ക് നമ്മിൽ നിന്നും സന്തോഷമുണ്ടാകുകയും സ്വന്തം പ്രവർത്തികൾ മുഖേന സ്വയം സംതൃപ്തരാകുകയും ചെയ്യുന്നതാണ്. അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. 2ാമത്തെ ജനാസ ചൗധരി ലത്തീഫ് അഹമ്മദ് ജമട്ട് സാഹിബിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം 89-ാമത്തെ വയസ്സിലാണ് മരണമടഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഹസ്രത്ത് ചൗധരി മുഹമ്മദ് ദീൻ സാഹിബ് വാസിൽ ബാക്കി നവീസ് മുഖേനയാണ് എത്തിയത്. അദ്ദേഹത്തിന്റെ പേര് അഞ്ചാമെ ആദം എന്ന റൂഹാനി ഖസായിൻ വാള്യം 11 ഗ്രന്ഥത്തിൽ പേജ് 325 313 സഹാബാക്കളിൽ 3ാമത്തെ സ്ഥാനത്ത് മിയാ മുഹമ്മദ് ദീൻ പട്വാരി ബലാനി ജില്ല ഗുജറാത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചൗധരി ലത്തീഫ് ജട്ട് സാഹിബ് 1966 പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ 1966 പഞ്ചാബ് യൂണിവേഴ്സിറ്റി ലാഹോറിൽ നിന്നും MSc ഡിഗ്രി നേടി. താലിം വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്തിരുന്നത്. 1966 മുതൽ 68 വരെ താലിം ഇസ്ലാം കോളേജ് റബോയിൽ ലെക്ചറായി സേവനമനുഷ്ഠിച്ചു. 1969 മുതൽ 1994 വരെ ഏകദേശം 24 വർഷക്കാലം സിറിയാലിയോണിയിൽ ടീച്ചറായും പ്രിൻസിപ്പളായും വളരെ സന്തോഷത്തോടെ സേവനമനുഷ്ഠിച്ചു. വഖഫ് സിന്ദഗിയായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഏകദേശം 5 വർഷക്കാലം നായബ് വക്കീൽ മാൽ സാനിയായും 7 വർഷക്കാലം നായബ് വക്കീൽ മാൽ സാലിസായും സേവനം അനുഷ്ഠിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ഞാൻ പറഞ്ഞതുപോലെ സിറിയലിയോണിയിൽ ജമാഅത്തിന്റെ സ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. 1971 അദ്ദേഹം ജീവിതം വഖഫ് ചെയ്തു. ജനുവരി 1, 2007 വക്കീൽ മാൽ സാലിസായി നിയമിതനായി. അദ്ദേഹം നൂറ്റാണ്ടിലധികം ജമാഅത്തിനെ സേവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ റഷീദ ലത്തീഫ് സാഹിബ് പറയുന്നു, എൻ്റെ ഭർത്താവ് സിറിയലിയോണിലായിരുന്ന സമയത്ത്
ഞാൻ വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹം എന്നോട് ഉപദേശിച്ചിരുന്നു, ഇവിടെ ഒരു വഖഫ് സന്ധിയെ സംബന്ധിച്ച് ഏഷ്യയിലെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുക സാധ്യമല്ല. വഖഫ് സന്ധിക്കും ഭാര്യയ്ക്കും പ്രാദേശിക ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതിനാൽ പ്രാദേശിക ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക. അതുമൂലം പിന്നീട് നമുക്ക് വളരെ എളുപ്പമുണ്ടായി. വളരെ സാധാരണ ലളിത ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു. ഓരോരുത്തരും അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിക്കുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും പെരുമാറട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹനശക്തി ചൊരിയട്ടെ. അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളുമാണുള്ളത്. ഒരു കുട്ടി ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. അവർക്കും അദ്ദേഹത്തിന് നന്മകൾ നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാട്ടെ. മൂന്നാമത്തെ ജനാസ മുഷ്താഖ് അഹമ്മദ് ആലം സാഹിബിനതാണ്. ബഹുമാന്യ മുഹമ്മദ് ആലം സാഹിബ് മർഹൂം മീർപൂർ ആസാദ് കശ്മീരിന്റെ മകനാണ്. 2022 ജൂലൈ 19 60-ാം വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യയും 6 മക്കളുമാണുള്ളത്. 3 മകനും ഒരു മരുമകനും ഹാഫിളാണ്. 3 മക്കൾ മുറബിമാരാണ്. അതിൽ ഒരാൾ ഹാഫിസ് മുസവ്വിർ അഹമ്മദ് മുസമ്മിൽ വെസ്റ്റ് ആഫ്രിക്ക സെനഗലിലാണുള്ളത്. 2ാമത്തെ മകൻ ഹാഫിൽ അഖ്ലാഖ് അഹമ്മദാണ്. 3ാമത്തെ മകൻ അബ്ദുൽ ഖാലിഖ് സാഹിബ് ആർക്കിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഏതായാലും സെനഗലിലുള്ള മകൻ ജനാസയിൽ പങ്കുചേരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അള്ളാഹു അദ്ദേഹത്തിന് സഹനവും ധൈര്യവും പ്രദാനം ചെയ്യുമാറാട്ടെ. അള്ളാഹു മർഹൂമിനോട് കാരുണ്യത്തോടെ പെരുമാറട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാര ശേഷം ഇവരുടെ ജനാസ ഗായബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.